അതാരാ ബാക്കിൽ നിന്ന് ആരാ വരുന്നത്? എടാ എടാ പെട്ടെന്ന് വാ പെട്ടെന്ന് വാ പെട്ടെന്ന് വാ പെട്ടെന്ന് വാ 6150 പെട്ടെന്ന് വാ പെട്ടെന്ന് വാ. മാരുടെ സാമാനത്തിലിട്ട് ഞാൻ ഒരു 3 വെടിയും വെക്കും കണ്ടോ. ഇതൊന്നും വേണ്ട മോനെ, ഇത് ഷമീർ ഹാൻഡിൽ ചെയ്യും. ഇത് ഷമീർ ഹാൻഡിൽ ചെയ്യും. ആദ്യത്തെ സീന് ഷമീറിന്റെ ഇത്. ഓ ഇതാ ഞാനിതാ ഇതാ ഇതാ അതാരാ ബാക്കിൽ നിന്ന് ആരാ വരുന്നത്? ഹലോ ആരാ? എടാ എടാ പെട്ടെന്ന് വാ പെട്ടെന്ന് വാ പെട്ടെന്ന് വാ പെട്ടെന്ന് വാ 6150 പെട്ടെന്ന് വാ പെട്ടെന്ന് വാ. അയ്യോ അയ്യോ എന്തോ ആയി. അല്ലാ പെട്ടെന്ന് പെട്ടെന്ന് വരും പെട്ടെന്ന് വരും. ഒരു മിനിറ്റ്. അള്ളാന്റെ ഉമ്മാന്റെ നെറ്റെല്ലാം പോയി തോന്നില്ല. ഇതെന്താന്ന് യാ റബ്ബുൽ ആലമീനായ തമ്പുരാന്. ഗ്യാങ് ഹൗസ് എടുക്ക്. ആ വണ്ടി എടുക്ക് വണ്ടി എടുക്ക്. ഇല്ല പറയാനായിട്ടില്ല. ആ ഉണ്ട് 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 ബാക്കിലുണ്ട് ബാക്കിലുണ്ട്. അജ്മൽ ഈസ് റിയൽ ലീഡർ. ഒന്ന് അവനോട് പോയിട്ട് കുഞ്ഞിക്കാൻ പറ. ഇവിടെ ചെയ്സാ നടക്കുന്നത്. എല്ലാരും ഗ്യാങ് ഹൗസിലേക്ക് എല്ലാരും ഗ്യാങ് ഹൗസിലേക്ക് പുറത്ത് വന്ന് നിൽക്കണേ കുറച്ച് ആൾക്കാർ. ഇതെന്താ അല്ല മാറ്റി എങ്ങനെ പറഞ്ഞാൽ മതി. ലൈക്ക് പറഞ്ഞു നോക്കുക അവരുടെ അടുത്ത് പിറ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ മതി. നമ്മള് ഗ്യാങ് ഹൗസിന്റെ തൊട്ടിപ്പുറത്തുണ്ടേ 7057. ഞാൻ സംസാരിച്ചോളാം. ഷമീർ ഒന്ന് ഇറങ്ങിക്കാം. ഞാനത് കൺസൈൻമെന്റ് മീറ്റിംഗിന് പോവാന്ന്. ഹെലികോപ്റ്റർ ഇപ്പം വരും, നമ്മള് പോവും. അത് കഴിഞ്ഞിട്ട് ഇവന്മാരുടെ സാമാനത്തിലിട്ട് ഞാൻ ഒരു 3 വെടിയും വെക്കും കണ്ടോ. വാ വാ വാ. കോൾ ടി വി ഒന്നും വേണ്ട മോനെ, ഇത് ഷമീർ ഹാൻഡിൽ ചെയ്യും. ഇത് ഷമീർ ഹാൻഡിൽ ചെയ്യും. ആദ്യത്തെ സീന് ഷമീറിന്റെ ഇത് ഷമീർ ഹാൻഡിൽ ചെയ്യും കണ്ടോ. ഒരു പരിപാടിയും ഇല്ല. ഇത് വണ്ടി എടുത്താൽ എന്തിനാ ഇത് അതിന്റെ അകത്തോട്ട് കയറ്റാൻ പറ്റൂല. ഇത് അതിന്റെ പുറത്ത് അടിച്ച് അണ്ണാക്കി കൊടുക്കണം. ഇത് കഴിഞ്ഞ പാട് ഇത് കണ്ടോ മോനെ, ഇത് കണ്ടോ. ഇത് തമാശല്ല. ഇന്ന് കണ്ടോ എന്റെ പവർ എന്താന്നുള്ളത് കേട്ടാ. നീളം കൂടി എന്നെ കൊറേ കളിയാക്കുന്നില്ല. ഇന്ന് കണ്ടോ, ഇന്ന് കണ്ടോ മോനെ. ഇന്ന് അടിച്ച് വേണ്ടല്ലോ, ഉറക്കുമല്ലായിരുന്നു കണ്ടോ. കണ്ടോ മുട്ട. ഒരാളെ ഹെൽപ്പ് ഷമീറിന് ആവശ്യമില്ല കേട്ടോ. ഷമീർ ഇന്നത്തെ പരിപാടി കണ്ടോ മുത്ത. നീളം കൂടി എന്നെ കുറേയായി തളർത്താൻ തുടങ്ങിയിട്ട് എനിക്കൊരു തെളിയിക്കാൻ ഒരു അവസരം കിട്ടില്ല. ഇത് എന്റെ അവസരം.
ഇത് കണ്ടോ, ഇത് നമ്മൾ ജയിച്ചിരിക്കും. നിങ്ങള് അതൊക്കെ അതൊക്കെ ഒരു വണ്ടി എടുത്ത് വന്നോ, അത് നടക്കും. ഗൺ പവർ ഉണ്ടോ? എനിക്ക് ഗൺ പവർ എനിക്ക് വേണമെന്നില്ല, എന്റെ പിള്ളേർക്ക് ഉണ്ട്. ഓക്കെ, നമ്മളെ ടീം ജയിച്ചാ മതി. അങ്ങനെ അതിലൊന്നും വലിയ ഇതൊന്നുമില്ല. നിങ്ങൾ വണ്ടി എടുത്തു ഞാൻ ഫ്രണ്ടിൽ പോയി ഇരിക്കാം, ഈ വണ്ടിയിലായിരിക്കും ജയിക്കും. അത് നല്ല ഐഡിയ. ആദ്യം നീ ചാവും, ഞാൻ ചത്താലും നമുക്ക് കുഴപ്പമില്ല. ഞാൻ ചത്തോട്ടെ, കുഴപ്പമില്ല. നമ്മളെ ടീം ജയിക്കുക, എമ്മാത്ത് ജയിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ മരിച്ചു അത് എന്റെ പവർ, എന്റെ സോളോ പവർ കാണിക്കാനല്ല ഇടിത്. നമ്മളെ ടീമാ, MRG എന്ന് പറഞ്ഞ ടീമാണ്, അതിന്റെ ലീഡറാണ് ഞാന്. അപ്പൊ നമ്മള് ഇത് എന്താ, ഞാൻ ഒറ്റക്ക് പൊരുതാൻ പോകുന്നതല്ല, നമ്മളൊരു ടീമായിട്ടാ ഇതാക്കുന്നത്. അത് മനസ്സിലാക്കി. ചുമ്മാ വന്ന് കൊണക്കല്ലേ ഇടാ, ഷമീറിന്റെ അടുത്ത് വന്ന് കൊണക്കല്ലേ മുത്ത, ഉള്ള കാര്യം ഞാൻ പറയാലോ. നമ്മളേത് വണ്ടിയാ? ആ അവർ എവിടെ മിസ്റ്റർ എക്സ് എവിടെ പോയോ? മിക്കവാറും ബ്ലാക്ക് മാർക്കറ്റിന്റെ ഫ്രണ്ടില് കൊറേ എണ്ണം ഉണ്ടാവും. ബ്ലാക്ക് മാർക്കറ്റിന്റെ ഫ്രണ്ടില് ഒരു കാര്യം ചെയ്യാം, പിള്ളേരോട് വന്നാണ്ട് അടിക്കാൻ പറയേണ്ടി വരും. നമ്മള് താങ്ക് യു ബ്രോ, താങ്ക് യു. ആ താങ്ക് യു. എടാ എല്ലാരും പെട്ടെന്ന് മിസ്റ്റർ എക്സിന്റെ അടുത്ത് എത്തി നമ്മള് സേഫ് ആണോ? ഇല്ല അവിടെ തന്നെ ആണ്, മറ്റേ അതിന്റെ അവിടെ മാറ്റി അവിടുന്ന് കയറ്റണ്ട, പുറത്തൊന്ന് കയറ്റാളെ. ബെറ്റർ ഗ്രാഫിക്സ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മള് പെട്ടെന്ന് കഴിച്ചിലാവും തോന്നുന്നു. നമ്മളിങ്ങോട്ട് യൂട്യൂബ്സിന്റെ അടുത്തേക്ക് പൊക്കോണ്ടിരിക്കുക, ആടാ ഓവർ ബൈക്ക് ഉണ്ടായിട്ടാ. അത് ഇൻ കേസ് ഇതിന്റെ മുമ്പിൽ ആളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുമോ? തുറക്കാത്ത മയിര് തുറന്നില്ല, ഇന്ത്യ തുറന്നിട്ടില്ല. ഇല്ല തുറന്നിട്ടില്ല. തുറക്കുന്നുണ്ട്, ഞാൻ പറയുമ്പോ കേറ്റിയാ മതി. വണ്ടി എടുക്കില്ല, വണ്ടി അകത്തേക്ക് കയറും. എടി ഇത് മെറ്റ അടിച്ച് വന്നാടാ.
ഒരു മിനിറ്റ്, എന്താ നടക്കുന്നത് നോക്കട്ടെ. വെയിറ്റ്. അടിച്ചോ ഇറങ്ങിയാടി വെയിറ്റ്. ബ്ലാക്ക് മാർക്കറ്റ് പെട്ടെന്ന് വാ. അത് എങ്ങനെ പറഞ്ഞ രാജുഭായ് 70-98 അടുത്ത് വന്നു കഴിഞ്ഞാൽ ടണൽ വേണം. 70-98 അടുത്ത് റിവെഞ്ച് എടുക്ക അടുക്ക് പോനെ അടുക്കടാ. ഞാൻ അകത്തേക്ക് പോകുമ്പോ എന്നെ ബാക്കിന്ന് വന്ന് വെടിവെച്ചടാ. ഈ മെറ്റപ്പുണ്ടകള് നാറികള് ബാക്കിന്ന് വന്ന് ഈ EVX എന്ന് പറഞ്ഞ പൊലയാടി മക്കള് ബാക്കിന്ന് വന്ന് വെടിവെച്ച് ഇത്രക്ക് നാണും മാനും ഇല്ലാത്ത തെറി എഴുതുന്നുണ്ട് അടുക്ക്. ഇത് ഞാൻ കൊടുത്തോളാം മുത്തേ. അത് ഞാൻ കൊടുത്തോളാം, അതിനുള്ള ഞാൻ കൊടുത്തോളാം. ഇതല്ലേ ഇതാണോ മിസ്റ്റർ എക്സ് ആണോ? ഹലോ അതാണ് ഞങ്ങള് കൺസൈൻമെന്റ് വന്നാ. പക്ഷെ ഞങ്ങൾ ടാർഗറ്റിംഗ് ആയിരുന്നു EVX എന്ന് പറഞ്ഞിട്ടുള്ള ഗ്യാങ്. നമ്മൾ ആദ്യം പറഞ്ഞതായിരുന്നു നമുക്ക് എങ്ങനെയും ടൈം ഒന്ന് ഹോൾഡ് ചെയ്ത് തരാൻ കഴിയോ, അല്ലെങ്കിൽ അവരെ കോലീഡർ ആണ് ഷെയ്ക്കാണത്. ഒരു മിനിറ്റ് മിസ്റ്റർ എക്സ് മനസ്സിലായി. അല്ല പുറത്താ ഇതിന്റെ അകത്തില്ല, ബ്ലാക്ക് മാർക്കറ്റിന്റെ അകത്തില്ല. നമ്മള് ടാർഗറ്റ് ചെയ്താണ്ട് ചേസിങ് ആയിരുന്നു അവർക്ക്. ഒന്ന് ഓൾഡ് നമ്മള് ഇല്ലീഗൽ ഡീലിംഗിന്റെ സ്റ്റാർട്ടിങ് സമയത്ത് നമ്മൾ പറഞ്ഞില്ലേ ഇത് ഇല്ലീഗലാന്ന്. അത് മനസ്സിലായി. പക്ഷെ അപ്പൊ നിങ്ങൾ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി, ഇപ്പൊ നിങ്ങൾ ഇവിടെ വരുമെന്ന് അവർക്ക് മനസ്സിലാവാൻ കാരണം എന്താ? അവർക്കറിയാം കൺസൈൻമെന്റ് മീറ്റിംഗ് എവിടെ നടക്കുന്നത്. അവരുടെയും ഒരു ഫാമിലിയാണ് ഇവിടെ. അതാരട്ടത് മേക്കിട്ടിരുന്നോ? ഇതിനെന്താ മാക്കിട്ടു, ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. കൺസൈൻമെന്റ് മീറ്റിംഗിന് പോകുവാണ് എന്ന് പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. തന്നെയല്ല, ഈ നിങ്ങളുടെ ഈ സാറ്റലൈറ്റ് മെസ്സേജ് നമ്മുടെ PDക്കൊക്കെ ആക്സസിബിൾ ഉള്ളയാ. നമ്മളിത് ഇല്ലീഗൽ ഡീലാണ് മാക്കേ. മനസ്സിലായി. ഇത്ര പബ്ലിക് ആയിട്ട് കാണിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അല്ല അത് ക്ഷമിക്കണം. അല്ല അതിനെന്തായാലും ഒരു ചെറിയ ഫൈൻ കാണും. സോ നിങ്ങൾക്ക് പൈസ മണി ബ്ലാക്ക് വരുന്നത്. ഞാൻ മരിച്ചില്ലേ? പൈസ ഞാൻ മരിച്ചു. സോ ടോട്ടൽ 71 CR ബ്ലാക്ക്. സാറേ ഞാനാണ് ലീഡർ, പക്ഷെ ഞാൻ മരിച്ചു. സോ നിങ്ങൾ കൃത്യം 10:30 ആകുമ്പോൾ റോക്സ്വുഡ് എന്ന് പറഞ്ഞ ലൊക്കേഷൻ 915 എന്ന് പറയുന്ന ലൊക്കേഷനിൽ ട്രക്ക് മേടിക്കാൻ വരണം. എന്തിനാ ട്രക്ക്? എത്ര ടൈം കേട്ടില്ല. എന്തിനാ നമുക്ക് ഈ ട്രക്കല്ലോ? റോക്സ്വുഡിലെ 915 എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ ഉണ്ട്. 915 നിങ്ങൾ ജസ്റ്റ് മാപ്പ് ഒന്ന് എടുത്തോ, ഞാൻ അപ്പൊ ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലാവും. മാപ്പ് എടുത്തിട്ട് റോക്സ്വുഡില് ഒരു നേരെ ബാക്ക് സൈഡിലായിട്ട് ഒരു ഗാരേജ് ആണ്, പമ്പിന്റെ അവിടെ. 915 എന്ന് പറയുന്ന ആ ഗാരേജ് വെച്ചായിരിക്കും നിങ്ങൾക്ക് ഞങ്ങൾ ട്രക്ക് തരാൻ പോകുന്നത്. അന്ന ഹോസ്റ്റേജ് ആക്കിയിട്ട് തോന്നല്ലേ? അന്നവർ ഹോസ്റ്റേജ് ആക്കിന്ന് തോന്നുന്നു. സാറ്റലൈറ്റ് മെസ്സേജ് കിട്ടും കൺസൈൻമെന്റ്. എന്തിനാ ഈ കൺസൈൻമെന്റ് അല്ല ഇതിന് വന്നിട്ടാന്ന് തോന്നുന്നു ഇങ്ങനെ ആയത്. ഈ ട്രക്ക് ഓടിക്കാനുള്ള എന്തിനാണ് അമ്മ വരുന്നത്? ടോട്ടൽ 45 മിനിറ്റ്സ് ഉണ്ട്. ആ 45 മിനിറ്റ്സ് നിങ്ങൾ ട്രക്ക് വിത്തിൻ റോക്സ്വുഡ് സേഫ് ആക്കി വെക്കണം. അതായത് ഓടിച്ചോണ്ടിരിക്കണം, എങ്ങും നിർത്തിയിടാനോ ഓഫ് റോഡ് കയറ്റാനോ ഒന്നും പാടില്ല. മെയിൻ റോഡുകൾ യൂസ് ചെയ്തിട്ട് ട്രക്ക് ഡിഫെൻഡ് ചെയ്യണം. സാറേ നമുക്ക് ട്രക്ക് ഒന്നും വേണ്ട. ഇൻഫർമേഷൻ കിട്ടി വരും. സാറേ നമുക്ക് 15 പേരെ ഇൻവോൾവ് ആയാൽ എന്ത് ചെയ്യാൻ പറ്റും സാർ? നമുക്കൊന്നും നേരത്തെ ഇതുപോലൊരു ഫാമിലിയുടെ പ്രശ്നത്തിൽ ഇങ്ങനെ വന്ന് നമ്മളൊന്നും ചെയ്തില്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ വി ആർ നോട്ട് അബൌവ് ഫാമിലി. നമുക്ക് EVXന്റെ അടുത്ത് നിന്നിട്ട് മാറിയിരിക്കാൻ പറയാൻ പറ്റത്തില്ല. നമ്മള് ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. അതെ, ക്ലിയർ അല്ലേ? ക്ലിയർ. സിറ്റുവേഷൻ നിങ്ങൾ ഓൺ സിറ്റുവേഷൻ ആണ്. നമുക്ക് അല്ല നമ്മള് ഇനീഷ്യൽ കഴിഞ്ഞല്ലേ മാക്കേ, പിന്നെ നമുക്ക് ഇപ്പൊ ഓരോ ഭാഗത്തുനിന്ന് പിന്നെ അങ്ങനെ വരാൻ പറ്റൂലല്ലോ. ഇനീഷ്യൽ കഴിഞ്ഞ് നമ്മള് പ്രീവാർ ഡ്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെയല്ലേ മിസ്റ്റർ? ഇല്ല പ്രീവാർ ഒന്നും ഡ്രോപ്പ് ചെയ്യലൊന്നുമില്ല. പ്രീവാർ ഒന്നും ഡ്രോപ്പ് ചെയ്യില്ല.
അല്ല ഫ്രീ ഫയർ വേണ്ട ഡ്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ നടത്തണം. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്തിയില്ല അത് പിന്നെ നിങ്ങളുടെ പ്രശ്നം. കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. വെടി വെച്ചിട്ട് അവന്റെ സാമാനത്തിൽ വെടി വെക്കുക, 2 കഷ്ണാക്കുക, ഇതേ ഉള്ളൂ കമ്മ്യൂണിക്കേഷൻ. 10:30 കൺസൈൻമെന്റ്. 10:30 കൃത്യം 10:30 ആവുമ്പോൾ നിങ്ങൾക്ക് ട്രക്ക് ജോബിന് പോവാൻ. എന്തിനാ ഈ ജോബിനെല്ലാം പോകുന്നത്? പമ്പിലാന്റെ പണിയെടുത്താ പോരെ? അതാണ് കൗണ്ട്. 6 വെഹിക്കിളും 15 മെമ്പേഴ്സും ഈ പറഞ്ഞ ലൊക്കേഷനിൽ എത്തിയിരിക്കണം ആ ടൈമില്. നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അന്റെ റെഡി ആയോ? ഹാൻഡ് ഓവർ ചെയ്യും. ഇല്ലില്ല, ഞാൻ മരിച്ചിട്ടേ ഉള്ളു. ഇതെന്താ യാ റബ്ബുല്ലാലമീനായ തമ്പുരാൻ, ഇതെന്താ സംഭവം? ട്രക്കിന്റെ ഇൻഫോ കിട്ടി വരും. അങ്ങനെ വരുന്നൊരു സിറ്റുവേഷൻ. ഇതെന്താ സംഭവം? എന്തിനാ എടുക്കണമെങ്കിൽ എടുക്കും. അത് മറ്റേ എന്താ എന്നെ പറഞ്ഞേ? കണ്ടില്ലേടാ, കാണിച്ചു കൊടുക്കാം. ഇതൊന്ന് ഇതാകട്ടെ, ഒന്ന് പുനർജനിക്കട്ടെ, അല്ലെങ്കിൽ ഒന്ന് ഇതാകട്ടെ. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ്. ഇത് വെറുതെ വിടൂല ഓള്. തൊള്ള 100% കളി 0 കാണിച്ചു തരാം. മറ്റേ കോഴിത്തൂല് തിരികെ വെച്ച മാതിരിയാണ് എണ്ണാക്കില് സാധനം വായില് തൂപ്പി വെച്ചോളും കണ്ടിപ്പട്ടികള്. പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ പോവാ. കൊള്ളാം കൊള്ളാം. നായിന്റെ മക്കളെ, EVX പൊലയാടികളെ, നിന്റെ അണ്ണാക്കിൽ ഞാൻ വന്നിട്ടുണ്ടല്ലോ. ഞാൻ ബോംബിട്ടിട്ട് ഞാൻ നിന്റെ അണ്ണാക്കി ഞാൻ സാമാനവും മുറിച്ചിട്ട് ഞാൻ കറി വെക്കും. കണ്ട, ഇതൊന്ന് തീരട്ടെ അടുക്ക്. ഞാൻ ഒന്ന് ജീവനോടൊന്ന് വരട്ടടാ. ഇതെന്താടാ ചെയ്യുന്നത്? എന്താടാ ചെയ്യുന്നത് അമ്മമാര്? ഈ കിടക്കുന്നു. ഇത് കിടക്കുന്നു. ഇവനെ മാറ്റിട്ടോ. അവനെ കിട്ടിയില്ല, ഇവനെ എടുക്കാം. ഇവിടെ കിട്ടിയോ? അവനെ മാറ്റിട്ടോ. പോയല്ലോ, പയ്യൻ പോയല്ലോ. ഇവനെ ഇങ്ങോട്ട് മാറ്റിട്ടോ. ഇവിടെ ഇട്ടു. അവനെ കിട്ടിയില്ല, ഇവനെ എടുക്കാം. അവിടെ ഇട്ടോ. കൊണ മാത്രം കാണിച്ചു തരാം. കൊണ മാത്രമാണോ ബാക്കി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കാണിച്ചു തരാം. ഒന്ന് വെയിറ്റ് കാണിച്ചു തരാടാ. എനിക്ക് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് സംസാരിക്കാൻ ഇതല്ല, എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമല്ല. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. എനിക്ക് ഇവന്മാരോടൊന്നും സംസാരിക്കാൻ പോലും എനിക്ക് തോന്നില്ല. കോൾ ടി വി ഒന്നും ഇതിൽ വിളിക്കേണ്ട ആവശ്യമില്ല മുത്ത. ഇതിൽ TV ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നമുക്ക് തന്നെ തീർക്കാം. മനസ്സിലാ? ഇതെല്ലാം നമുക്ക് തന്നെ തീർക്കാം കേട്ടോ. പിന്നെ ഓൻ്റെല്ലോ കുണ്ടിയിൽ ഞാൻ പൊട്ടാസ് ഇട്ട് ഞാൻ പൊട്ടിക്കും. എൻ്റെ 2 കഷ്ണമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിക്കും. കാണിച്ചു തരാം ഞാൻ. ഒരു മിനിറ്റ്. അതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ ജീവിക്കോ? 5 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ ജീവിക്കോ? അപ്പോൾ പണിയാന്നല്ലോ. പിന്നെ എന്നെ കൊല്ലൂലേ? ഇതെങ്ങനെ ഈ മരിച്ച പോലെ കിടക്കല്? എണീച്ച് കഴിഞ്ഞാൽ അപ്പാടെ മരിച്ച പോലെ കിടക്കാൻ പറ്റുമോ? ഒന്ന് വണ്ടി കയറ്റ അവൻ കൊറേ നേരമായി അവിടെ നിക്കുന്നത്. ഒന്നും ചെയ്യ. പെട്രോൾ കത്തി.
കുടിച്ചാലികളാ വായലടിച്ച് കിട്ടിയില്ലായിരുന്നു എന്റെ പ്രൈമ ഗ്രൂപ്പില് കണ്ടാണ്. ഗൈസ് ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ അപ്പോ എന്താ ചെയ്യാൻ പറ്റാ? കൺസൈൻമെന്റിന്റെ കാര്യം സംസാരിക്കാൻ പറ്റിയ നിങ്ങക്ക്? ഇല്ല, ഞാൻ കേറിപ്പം തന്നെ ബാക്കിൽ നിന്ന് വെടിവെച്ച് വന്ന്. ആരും ബാക്കിയില്ല. ഷെയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഷെയ്ക്കോ മേക്കോ ഉണ്ട്. അല്ല നമുക്ക് ഓർമ്മയില്ലല്ലോ. ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. നമ്മൾ ആരോ വഴിപോക്കര് ഇതേതാ? നീ ഏതാ എന്റെ ഡ്രസ് ഇട്ടോണ്ടിരിക്കുന്നേ? നീ ആരാടാ നാറി? അത്ര ഓർമ്മ കുറവൊന്നുമില്ല. സിറ്റുവേഷൻ മാത്രം ഓർമ്മയില്ലാത്ത. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പാപ്പനെന്താ ഈ മുണ്ടും ഇതൊക്കെ ഇട്ടോട്ട് അവിടെ സിറ്റുവേഷന്റെ ഇടയില്? അതാ ഇതെന്താ? ഇതാരാ? ഇവിടെ വണ്ടിയുടെ റേഡിയോ ഒക്കെ മേടിക്കാം. അയ്യോ എന്റെ സാധനങ്ങളെല്ലാം പോയി. എല്ലാം പോകും. ഞാൻ എല്ലാം വാങ്ങണം. ഇനി എനിക്ക് കൺസൈൻമെന്റ് പോകാൻ പറ്റുമോ? കൺസൈൻമെന്റ് സംസാരിച്ച് ഡീലായിട്ടുണ്ട്. റേഡിയോ ഇല്ലല്ലോ. റേഡിയോ റേഡിയോ മേടിക്കൂ. എത്ര വണ്ടി എല്ലാം മേടിക്കും. എത്ര പേരുണ്ട്? എല്ലാവർക്കും വേണ്ട? 25 പേർക്ക് മേടിച്ചോ. വണ്ടി ഒരു മിനിറ്റ്, അപ്പുറത്ത് എന്തായിന്ന് ഞാൻ നോക്കട്ടെ. എന്തായി നോക്കട്ടെ. കഴിഞ്ഞോ? പോയ കാര്യം എന്തായി? പോയ കാര്യം ക്ലിയറാ സെറ്റാ. ഞാൻ എന്നാ പിള്ളേർക്കുള്ള കുറച്ച് ആയുധങ്ങൾ ഒപ്പിക്കട്ടെ. ഇനീഷ്യൽ എന്താ കഴിഞ്ഞില്ലേ? ഇനീഷ്യൽ കഴിഞ്ഞ് ആരാ? ഓരാ? കുഴപ്പമില്ല. നമുക്ക് ഒരു എല്ലാവർക്കും ഉള്ള കുറച്ച് സാധനങ്ങൾ എടുക്കണം. അപ്പം കുറച്ച് റേഡിയോസും അതുപോലെ ഗണ്ണൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ. ഓക്കെ. നമ്മുടെ അടുത്ത് സ്റ്റോക്കില്ലല്ലോ? നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. കുറച്ച് ഗണ്ണ് കുറച്ച് സ്റ്റോക്ക് ഉണ്ട്. മിസ്റ്റർ എക്സ് തന്ന സാധനം ഉണ്ട്. അതൊരു 10-15 ഉണ്ടാവും. ഓക്കെ, ബാക്കി നോക്കാം. വാങ്ങിയോ? വാങ്ങി. സെമീറിനുള്ള കൂടി വാങ്ങിയേക്കെ. സെമീറിനുള്ള കൂടി വാങ്ങിത്തരാം. എന്റെ ഫണ്ട് നോക്കുന്നു. സെമീറിന്റെ കയ്യിലൊന്നും എടുത്തിട്ട് വണ്ടിക്കകത്ത് വെച്ച് കൊടുക്കടാ. റേഡിയോ കയറാനോ? റേഡിയോ കിട്ടി. എത്ര കൊണ്ടുവരണ? രാജുഭായ് എവിടെ ഉണ്ട്? രാജുഭായ് എല്ലാരും റേഡിയോ കയറിയോ? എന്റെ വണ്ടി ഞാൻ ഇവിടെ ഉണ്ട്. റേഡിയോയിലുണ്ട്. എല്ലാരും ഗ്യാങ് ഡ്രസ് ഒന്ന് മാറ്റിക്കേ. കുഴപ്പമില്ല. ഗ്യാങ് ഡ്രസ് 2